ഹായ്, എല്ലാവരും ഈ കോവിഡ് കാലത്ത് സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ ഇവിടെ ഈ വീഡിയോ ചെയ്തതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ രണ്ട് സ്റ്റുഡൻസ് ഇപ്പം ചോദിച്ചതാണ്. ഈ ട്രാൻസ്ഡ്യൂസർ കൺസിസ്റ്റ് ഓഫ് ടു പാർട്ട്, ദാറ്റ് ഈസ് സെൻസേഴ്സ് ആൻഡ് ആക്ച്വേറ്റേഴ്സ്. ആക്ച്വലി ദേ ആർ സ്റ്റഡിങ് അബൌട്ട് IoT, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. അപ്പൊ അതിനകത്തുള്ള ഏറ്റവും ഇന്റർനെറ്റ് ഓഫ് തിങ്സിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കമ്പോണന്റ് ആണ് സെൻസർ അല്ലെങ്കിൽ ആക്ച്വേറ്റർ. സെൻസേഴ്സ് ആൻഡ് ആക്ച്വേറ്റേഴ്സ് ദാറ്റ് ഫോം ദ ട്രാൻസ്ഡ്യൂസർ ദാറ്റ് കളക്ട് ദ ഡേറ്റ ആൻഡ് transmitted the collected data wirelessly to internet, that is IoT. Okay, so I will share a slide here. So transducers, sensors and actuators in the IoT perspective. So what I am trying to do is, so the definition of IoT devices are non-standard computing devices that connect wirelessly to a network and have ability to transmit data. For example, so barcode reader is a non-computing device. So this traffic signal, സ്മാർട്ട് സിറ്റിയിലൊക്കെ ഏറ്റവും കൂടുതൽ IoT ഡിവൈസ് ഉപയോഗിക്കുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും വരുന്നതാണ് ദിസ് ട്രാഫിക് സിഗ്നൽ ആൻഡ് അവർ ഫിസിയോളജിക്കൽ കണ്ടീഷൻസ്, ECG സിഗ്നൽ, നമ്മുടെ ഹേർട്ട് ബീറ്റ് റേറ്റ്, then SpO2 level, all those things are collected by smartwatch and driverless car. So these one, what ഇതിനകത്ത് ഉപയോഗിക്കുന്ന സെൻസേഴ്സ്, they are collecting the physical phenomena happening around them and transmitted to internet, I mean this cloud, through wirelessly. So that is called in IoT. I repeat, അപ്പൊ ഈ നോൺ കമ്പ്യൂട്ടിംഗ് ആയിട്ടുള്ള ഡിവൈസസ് അവരുടെ ഡേറ്റ, ഇപ്പൊ ഡേറ്റ ക്യാൻ ബി ഫിസിക്കൽ ഡേറ്റ, ക്യാൻ ബി ടെമ്പറേച്ചർ, പ്രഷർ, ടെമ്പറേച്ചർ വേരിയേഷൻസ്, then light intensity variation. They are collecting these details and transmitting wirelessly to internet and connected internet, അതിനകത്ത് നേരെ വയർലെസ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. So this is in the IoT cloud. So they are transmitting wirelessly. Another example എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, so what we can see is using this, നമ്മുടെ മൊബൈൽ ഫോൺ വെച്ചിട്ട് നമ്മൾ AC-യുടെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. നമുക്ക് റിമോട്ട് വേണ്ട, ഒന്നും വേണ്ട. വി ആർ ഹോം ഓട്ടോമേഷനകത്താണ് കൂടുതൽ ഇത് വരുന്നത്. സോ ഞാനിപ്പോ ഇതിനകത്ത് പറഞ്ഞ നോൺ സ്റ്റാൻഡേർഡ് കമ്പ്യൂട്ടിംഗ് ഡിവൈസ്, ഐ മീൻ നോൺ കമ്പ്യൂട്ടിംഗ് ഡിവൈസസ്. ഇപ്പൊ നോൺ കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് ലാപ്ടോപ്പ് ഈസ് എ കമ്പ്യൂട്ടിംഗ് ഡിവൈസ്, അവർ മൊബൈൽ ഫോൺ ഈസ് എ കമ്പ്യൂട്ടിംഗ് ഡിവൈസ്, നമ്മുടെ ടാബ്ലറ്റ് PC കമ്പ്യൂട്ടിംഗ്, ഹാർഡ് ഡിസ്ക് കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് ആണ്. അങ്ങനെ അതർ പേഴ്സണൽ ഡിജിറ്റൽ അക്സസറീസ് ഓൾ ആർ കമ്പ്യൂട്ടിംഗ് ഡിവൈസ്. ഇപ്പൊ നോൺ കമ്പ്യൂട്ടിംഗ് ഡിവൈസ് എന്ന് വെച്ചാൽ അതിന് പ്രോസസ്സർ ഇല്ല. പ്രോസസ്സർ ഇല്ലാത്ത കാര്യങ്ങളാണ് ഇപ്പൊ ഈ പറഞ്ഞ ബാർകോഡ് റീഡർ, ട്രാഫിക് ലൈറ്റ്, ദിസ് സ്മാർട്ട് വാച്ച്. ദെൻ നമ്മുടെ ഹോം അപ്ലയൻസിനകത്ത് ദിസ് വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് ഈസ് നോൺ കമ്പ്യൂട്ടിംഗ് ഡിവൈസ്, TV, AC, etc. അപ്പൊ ഇതിനെല്ലാം എന്ത് ചെയ്യും? ദീസ് തിങ്സ് ആർ കളക്ടിങ് ഡേറ്റ ഫ്രം ദ സറൗണ്ടിങ്സ് ആൻഡ് ട്രാൻസ്മിറ്റഡ് വയർലെസ്ലി ടു ഇന്റർനെറ്റ്. സോ ദാറ്റ് ഈസ് കാൾഡ് IoT. അപ്പൊ ഇതിനകത്ത് IoT-ക്കകത്ത് ഉപയോഗിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് സെൻസേഴ്സ്. അപ്പൊ നമ്മൾ സെൻസേഴ്സ് എന്താണ്? സെൻസേഴ്സ് ആക്ച്വലി പിക്ക് ഫിസിക്കൽ ഫിനോമിന ഒക്കേഴ്സ് അറൌണ്ട് ദം ആൻഡ് കൺവേർട്ട് ഇൻ ടു സിഗ്നൽസ്. അപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു ഇതിനകത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, കാറിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാറിനകത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ദിസ് മച്ച് സെൻസേഴ്സ് ആർ ദെയർ. ഫോർ എക്സാമ്പിൾ മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ആക്ച്വലി ഇറ്റ് അബ്സോർബ്, കളക്ട് സൗണ്ട് സിഗ്നൽ ആൻഡ് കൺവേർട്ട് ഇൻടു ഇലക്ട്രിക്കൽ സിഗ്നൽ. ഇപ്പൊ ഇൻഫ്രാറെഡ് സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? ദേ ആർ ചെക്കിംഗ് ദ പ്രോക്സിമിറ്റി, ഇറ്റ് ഈസ് ആൾസോ കാൾഡ് പ്രോക്സിമിറ്റി സെൻസേഴ്സ്. അപ്പൊ ഇവിടെ നമ്മളൊരു ബ്ലോക്ക് ഉണ്ടായി, എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ദേ വിൽ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് ടൈം ഓഫ് ട്രാവൽ എടുത്തിട്ട്, സോ എത്ര ഡിസ്റ്റൻസിലുണ്ട് അതിനനുസരിച്ച് കറക്റ്റ് മെഷേഴ്സ് എടുക്കുക. ഫോർ എക്സാമ്പിൾ AC സെൻസർ എന്ന് വെച്ചാൽ ഫോർ 27 ഡിഗ്രി ആണ് നമുക്ക് ഇൻസൈഡ് ടെമ്പറേച്ചർ വേണം. ഔട്ട്സൈഡ് ടെമ്പറേച്ചർ 27 കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും ഇൻസൈഡ് ടെമ്പറേച്ചർ കീപ്സ് സെയിം, that is 7 equal to 27 degrees Celsius. So this is the temperature sensor. So a lot of sensors are here. Fuel sensor is here. So fuelന്റെ അളവ് അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. So sensor means actually non electrical data കളക്ട് ചെയ്യും. ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞ ടെമ്പറേച്ചർ, പ്രഷർ, ലൈറ്റ് ഇന്റൻസിറ്റി, ഫ്യൂൽ ലെവൽ, എന്നുവെച്ചാൽ ലെവൽ ഓഫ് ദി ഫ്യൂൽ. So that is converted into electrical signal. So that is called sensors. Okay. Actuators എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കലി ഇറ്റ് ഡസ് ദ ഓപ്പോസിറ്റ് വാട്ട് ദ സെൻസേഴ്സ് ഡു. അപ്പൊ എന്താണ്? സെൻസർ എന്ത് ചെയ്തോ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ആക്ച്വേറ്റേഴ്സ് ചെയ്യുന്നത്. കളക്ടിങ് സിഗ്നൽ ഫ്രം സെൻസേഴ്സ് ആൻഡ് ടേക്ക് സം ആക്ഷൻസ്. സം എക്സാമ്പിൾസ്. അപ്പൊ ഞാനിപ്പോ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. ഫോർ ദിസ് ഈസ് എ ടാങ്ക്, നമ്മുടെ വീടിന്റെ മുകളിലുള്ള ടാങ്ക് ആണ്. അതിനകത്ത് നല്ലോണം വാട്ടർ ഫില്ല് ചെയ്തോണ്ടിരിക്കും, ദിസ് പൈപ്പ് വഴി ഫില്ല് ചെയ്തോണ്ടിരിക്കുകയാണെന്നുണ്ട്. നമുക്ക് ഈ ലെവൽ വരുമ്പോഴേ ഓവർഫ്ലോ ഉണ്ടാവും. അപ്പോൾ ഓവർഫ്ലോ ബ്ലോക്ക് ചെയ്യാനായിട്ട് ഇവിടെ വെച്ച് നമുക്ക് എന്താണ് ബ്ലോക്ക് ചെയ്തിട്ട് ഈ വാൽവ് അടയ്ക്കണം. ഐ മീൻ പൈപ്പിന്റെ അകത്ത് ഈ വാട്ടർ ഫ്ലോ നിർത്തണം. സോ വാട്ട് വി ഹാവ് ടു ഡു? സോ ഹിയർ എ പ്രോക്സിമിറ്റി സെൻസർ, അൾട്രാസോണിക് സെൻസർ വെച്ചിട്ട് എന്താണ് നമുക്ക് ഈ ലെവൽ എത്തുമ്പോഴത്തേക്ക്
there is a അവിടെ വെച്ച് നമ്മൾ കൺട്രോൾ ചെയ്യും. So that signal is sent to this actuator. ഇപ്പൊ ഇവിടെ ഒരു വാൽവ് ഉണ്ട്. വാൽവ് എന്ത് ചെയ്യും? ഇങ്ങോട്ട് മൂവ് ചെയ്യും. ദിസ് ഡയറക്ട് മൂവിങ് ദിസ് ഡയറക്ഷൻ. സോ ദിസ് ക്ലോസ് ചെയ്യും. പൈപ്പിനകത്തുള്ള വാട്ടർ ഫ്ലോ ക്ലോസ് ചെയ്യും. സോ അതുവരെ അവിടെ നിന്ന് നിൽക്കും. സോ ഇവിടെ സെൻസർ എന്താ ചെയ്യുന്നത്? ആക്ച്വലി ഈ വാട്ടർ ലെവൽ കണ്ടുപിടിച്ചിട്ട് അതിനെ ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കി മാറ്റി ആ ഇലക്ട്രിക്കൽ സിഗ്നൽ കൊണ്ട് ദിസ് ആക്ച്വേറ്റർ ഈസ് വർക്കിംഗ്. ദിസ് ഈസ് ആക്ച്വേറ്റർ. ഈ വാൽവ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ മൂവിംഗ് പാർട്ട് അല്ലെ മെക്കാനിക്കൽ പാർട്ടിനെയാണ് നമ്മൾ ആക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫൈൻഡ് അബൌട്ട് അനദർ എക്സാമ്പിൾ ഇൻ പ്രീവിയസ് കാർ സെൻസേഴ്സിനകത്തുള്ള ആക്ച്വേറ്റേഴ്സ് എന്താണെന്ന് നിങ്ങൾ നോക്കിയോ. വാട്ടർ ലെവലിന്റെ കാര്യം, ഡീസൽ പെട്രോൾ ലെവലിന്റെ കാര്യം, ഫ്യൂവൽ ലെവലിന്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. ഫോർ ECE EEE AC എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനകത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, 5 വോൾട്ട് നമ്മൾ ഉണ്ടെന്നുണ്ടെങ്കിൽ 230 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം? യു തിങ്ക് അബൌട്ട് ദാറ്റ് ഈസ് ആൾസോ ആൻ എക്സാമ്പിൾ ഫോർ ദിസ് ആക്ച്വേറ്റർ. ഓക്കെ, യു തിങ്ക് അബൌട്ട് ഇറ്റ്. So actuator is a device responsible for moving or controlling mechanism of a system. അപ്പൊ നേരത്തെ ഞാൻ കണ്ട ആ വാൽവ് ക്ലോസ് ചെയ്യും, ആ പൈപ്പ് വാട്ടർ ഫ്ലോ ക്ലോസ് ചെയ്യുകയും തുറക്കുകയും ചെയ്യുന്ന ആ വാൽവാണ്. വാൽവ് കൺട്രോൾ ചെയ്യുന്നത് വാൽവ് ഈസ് ആൻ ആക്ച്വേറ്റർ, എക്സാമ്പിൾ ഫോർ ആൻ ആക്ച്വേറ്റർ. ഓക്കെ, ബട്ട് ഈ ആക്ച്വേറ്റേഴ്സിന് ഓപ്പറേറ്റ് ചെയ്യാൻ എനർജി വേണം. സോ കൺവേർട്ട് ദാറ്റ് എനർജി ഇൻ ടു മോഷൻ. അപ്പൊ ആ എനർജി അബ്സോർബ് ചെയ്തിട്ട് എനർജി നേരെ മോഷനിലോട്ട് മാറ്റും. നേരത്തെ എന്താണ്? ആ സെൻസറിൽ നിന്ന് കിട്ടുന്ന ഇലക്ട്രിക്കൽ എനർജി ആംപ്ലിഫൈ ചെയ്തിട്ട് ആംപ്ലിഫൈ ആംപ്ലിഫൈ ചെയ്യാതിരിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? ആക്ച്വേറ്റർ മൂവ് ചെയ്തിട്ട് പൈപ്പ് ക്ലോസ് ചെയ്യാം, വാൽവ് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആ ഇൻപുട്ട് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ ഫോഴ്സ് ആവാം, ഇലക്ട്രിക്കൽ കറണ്ട് ആവാം, ഹൈഡ്രോളിക് ഫ്ലൂയിഡ് പ്രഷർ ആവാം, ഓർ ന്യൂമാറ്റിക് പ്രഷർ ആവാം. ഓക്കെ, so transducer is a device which convert one form of energy into another energy. ഇവിടെ നിങ്ങൾക്ക് അറിയാം, this is ultraviolet proximity transducer, this is microphone, this is loudspeaker, this is strain gauge. Strain gauge means ഇതിനകത്ത് എന്തെങ്കിലും ഒരു പ്രഷർ നമ്മൾ ഫോഴ്സോ ടെൻഷനോ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യും. അപ്പൊ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് we will get some electrical changes. Okay, so microphone നമ്മൾ 2 എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൈക്രോഫോൺ ആക്ച്വലി ഇൻപുട്ട് ടേക്കിംഗ് ദ സൗണ്ട് സിഗ്നൽ കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽ. ലൗഡ് സ്പീക്കർ ഡൂയിങ് ദ റിവേഴ്സ്, റൈറ്റ്? സോ ടേക്കിംഗ് ദ സൗണ്ട് സിഗ്നൽ ആൻഡ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽ, റൈറ്റ്? റിവേഴ്സ്. ടേക്കിംഗ് ദ ഇലക്ട്രിക്കൽ സിഗ്നൽ ആൻഡ് കൺവേർട്ടഡ് ഇൻ ടു സൗണ്ട് സിഗ്നൽ. സോളാർ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്തിട്ട് കറണ്ട് ആയിട്ട് സോളാർ സ്റ്റോറേജിങ്, റൈറ്റ്? സോ ലേസർ ഡയോഡ് എന്താണ്? എല്ലാം പറയുന്നില്ല. ലേസർ ഡയോഡ് എന്താ ചെയ്യുന്നത്? ലേസർ ഡയോഡ് ഈസ് കറണ്ട് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ലൈറ്റ് എനർജി. ഫോട്ടോ ഡയോഡ് ഡൂയിങ് ദ റിവേഴ്സ്. സോ അബ്സോർബിംഗ് ദിസ് ലേസർ ലൈറ്റ് ആൻഡ് കൺവേർട്ടഡ് ഇൻ ടു ഒറിജിനൽ സിഗ്നൽ, ഇലക്ട്രിക്കൽ സിഗ്നൽ. സോ ബാറ്ററി എന്ത് ചെയ്യുന്ന? കെമിക്കൽ എനർജി കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽ. സോ ദീസ് ആർ ട്രാൻസ്ഡ്യൂസേഴ്സ്. ഓക്കെ, so a transducer consists of 2 parts. That part are called sensor and actuator. Sensor means fetching this physical signals, that is pressure, temperature, light intensity, etc., and convert it into output energy. So actuator ചിലതിനകത്ത് ആക്ച്വേറ്ററൂടെ വേണം. ഇപ്പൊ എല്ലാത്തിനകത്ത് ആക്ച്വേറ്റേഴ്സ് വേണമെന്നില്ല. ഈ മൂവിംഗ് പാർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആക്ച്വേറ്റേഴ്സ് വരത്തുള്ളൂ. സോ ഫോർ എക്സാമ്പിൾ നേരത്തെ നമ്മൾ പറഞ്ഞ സ്ട്രെയിൻ ഗേജ് അല്ലെങ്കിൽ LVDT എന്ന് പറഞ്ഞിട്ടുണ്ട്, ലീനിയർ വോൾട്ടേജ് ഡിഫറൻഷ്യൽ ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ. അതിനകത്തൊക്കെ ആണെങ്കിൽ ആക്ച്വേറ്റേഴ്സ്, ദിസ് ട്രാൻസ്ഡ്യൂസർ കൺസിസ്റ്റ് ഓഫ് ബോത്ത് സെൻസർ ആൻഡ് ആക്ച്വേറ്റേഴ്സ്. ബട്ട് not all transducer consists of this actuators. Only sensor is enough. Okay, so transducer is a device which convert one form of energy into another. Actuator is a device convert energy into motion. Therefore, it's specific type of transducer. When output transducer is converted into readable format, the transducer is called only readable format. Anengil ayine nammal transducer is also called sensor. So yeah, I hope you understand the concept of sensor and actuator. Okay, സോ നമ്മൾ IoT ഡിവൈസിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വാക്കുകളാണ് ബ്ലൂടൂത്ത് ഓർ സിഗ്ബി. എന്താണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? സോ സിഗ്ബി ഈസ് വൈഡ്ലി യൂസ് ഫോർ IoTs. വൈ? സോ 3 reasons. This is an assignment for you students. So റേഞ്ച് ഒരു ഫാക്ടറാണ്, പവർ കൺസപ്ഷൻ ഒരു ഫാക്ടറാണ്, ഡാറ്റ റേറ്റ് ഒരു ഫാക്ടറാണ്. അപ്പൊ എന്താണ്? നമ്മൾ കിട്ടുന്ന ഡാറ്റ എപ്പോഴും ഡാറ്റ കിട്ടണമെന്നില്ല. കിട്ടുന്ന ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുക, വയർലെസ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാം. എന്നിട്ട് ഒരു മെയിൻ പോയിന്റ്, ഒരു ക്ലൗഡിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു മെയിൻ ആക്സസ് പോയിന്റിലോട്ട് കണക്ട് ചെയ്യുക, റൗട്ടറിലോട്ട് കണക്ട് ചെയ്യുക, അത് നേരെ ഇന്റർനെറ്റിൽ പോവുക, വയർലെസ്സിൽ പോവുക. സോ ദാറ്റ് ഈസ് IoT, റൈറ്റ്? സോ റേഞ്ച് ഈസ് റേഞ്ച്, കൂടുതൽ റേഞ്ച് വേണം, പവർ കൺസപ്ഷൻ ഏറ്റവും കുറവായിരിക്കണം, ഡാറ്റ റേറ്റ് കുറച്ച് മതി. ബിക്കോസ് ഏതെങ്കിലും ഒരു കാര്യം, ഒരു ഇൻസിഡൻസ് ഉണ്ടാവുകയാണെങ്കിൽ മാത്രം ട്രാൻസ്മിറ്റ്, എപ്പോഴും ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സോ ബേസ്ഡ് ഓൺ ദിസ് യു ഫൈൻഡ് വിച്ച് വൺ ഈസ് മോർ suitable. Okay, so that's all for the time being. Thank you very much. I am stopping at this point.